ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമീസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു തനി നാടൻ ഡിഷാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, കോഴി നിറച്ചത്. ഇതുണ്ടാക്കാൻ നല്ല പണിയാണെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക, പക്ഷെ ഇത് എളുപ്പമാണ് വീട്ടിലുണ്ടാക്കാനായിട്ട്. ചിക്കൻ്റെ വിഭവങ്ങൾ നമ്മൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു ഡിഷാണ്. ഇത് കാണാനും അടിപൊളിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും സൂപ്പറാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ മുഴുവനായിട്ടും അങ്ങനെ തന്നെ എടുക്കണം, കട്ട് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ചിക്കൻ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, എല്ലാ ഭാഗവും മസാല ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് തേക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം സുർക്ക ഒഴിച്ചു കൊടുക്കുക, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മിക്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, ഇത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ തേച്ച് കൊടുക്കാം. ചിക്കൻ നമ്മൾ വരഞ്ഞ ഭാഗത്തും എല്ലാ സ്ഥലത്തും ഒരേപോലെ തേച്ച് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. നമ്മളെല്ലാ ഭാഗവും വരഞ്ഞു കൊടുക്കണം, എന്നാലേ മസാല കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. ചിക്കൻ്റെ ഉള്ളിലും കൂടി നമ്മൾ തേച്ച് കൊടുക്കണം. ചിക്കൻ നമ്മൾ മസാല ഒക്കെ തേച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, മസാല കറക്റ്റായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞിട്ട്. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഇപ്പോൾ ആഡ് ചെയ്യണ്ട, ഇട്ടപ്പോൾ 2 എണ്ണം അറിയാണ്ട് പെട്ടതാണ്. സവാള വഴന്നു വന്നാൽ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിൽ നമ്മൾ പകുതി മസാല മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള മസാലയാണ് നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ ഒക്കെ റോ സ്മെല്ലൊന്ന് മാറി വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ മസാല വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്, 1-2 മുട്ട വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള മസാല കൂടി വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ മുട്ടയും മസാലയും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എൻഡിൽ നമുക്ക് ഇതേപോലെ കെട്ടി കൊടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ടൂത്ത് പിൻ യൂസ് ചെയ്തിട്ട് കുത്തി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് തുന്നി കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വാഴനാര് യൂസ് ചെയ്തിട്ടായാലും കെട്ടി കൊടുക്കാം. മസാല ഒന്നും പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ടൊരു ഓട്ടിട്ട് കൊടുത്തിട്ട് ഇതേപോലെ കെട്ടി കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ 2 കാലും കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ടൂത്ത് പിൻ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മസാല ഒക്കെ തേച്ചിട്ട് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിലാണിത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കർ ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒഴിക്കേണ്ട. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ബാക്കിയുള്ള മസാല ഇരുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ ഈ കുക്കറിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഗ്രേവിയിലും അതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഇരുന്നിട്ട് വേണം ചിക്കൻ കുക്കാകാൻ വേണ്ടിയിട്ട്. ഒരു വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമ്മൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമാണ്. ഇനി നമ്മൾ ചിക്കൻ്റെ പുറത്തേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യാനുള്ള ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാല ഒക്കെ ചിക്കൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്യുക. അതിനുശേഷം എല്ലാ ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചിക്കനിൽ പിടിക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും സവാള വറുത്തതും ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെ ഗ്രേവിയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴി നിറച്ചത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. 2 കയ്യിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വേണം മാറ്റാനായിട്ട്. ചിക്കൻ അങ്ങനെ തന്നെയാണ്, അപ്പം നല്ല വെയിറ്റ് ഉണ്ടാവും. ബാക്കിയുള്ള ഗ്രേവി കൂടി നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ കോഴി നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എന്തായാലും കഴിച്ച് നോക്കേണ്ട ചിക്കൻ്റെ ഒരു ഡിഷാണ്. മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാനായിട്ട് ഒരു പണിയില്ല, സിമ്പിളാണ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. നല്ല സ്പൈസി ഫുഡാണ്. അപ്പോൾ സ്പൈസി ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എ ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ കുക്കിംഗ് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് പറയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. ബി സേഫ് അറ്റ് ഹോം. ഹോപ്പ് യു ഗൈസ് എൻജോയ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദാൻ ടേക്ക് കെയർ. ബൈ ബൈ.